മാർക്ക് കിട്ടിയാൽ നമ്മളെയൊക്കെ സന്തോഷിക്കുന്ന ആളുടെ പേരല്ലേ അമ്മ, അല്ലേ? അച്ഛൻ നമുക്ക് വേണ്ടി ലിറ്ററലി ഉരുകുന്ന മനുഷ്യനാണെന്ന് പറയും. ഭയങ്കര സ്ട്രെസ്സാണ് ഈ കൊറോണയ്ക്കൊക്കെ ശേഷം ആളുകൾ അനുഭവിക്കുന്നത്. നിങ്ങളും കുറേ അനുഭവിച്ചതല്ലേ? ഓൺലൈൻ ക്ലാസ്സൊക്കെ മടുത്ത് പിന്നെ ഓഫ്ലൈൻ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു വന്നു, അല്ലേ? സ്നേഹം, അച്ഛനമ്മയുടെ ഐ ലവ് യു എന്നൊക്കെ പറയാറുണ്ടോ? മറ്റ് പലരോടും പറയാറില്ലേ, അല്ലേ? സ്നേഹം കൂടിയിട്ട് വിറ്റിട്ടില്ലടാ നീ. സ്നേഹം വേണോ, ചില കുട്ടികളൊക്കെ കുറച്ച് തന്നോളൂ എന്നൊക്കെ പറയില്ലേ. കോട്ട കെട്ടുക, പൊട്ടി ഒഴുകുക എന്ന് പറയും. ഈ കോട്ട കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മോശം യുദ്ധതന്ത്രമാണ്. പണ്ടത്തെ യുദ്ധതന്ത്രമായിരുന്നു. പുതിയ കാലത്ത് കോട്ട കെട്ടില്ലേ, ഫോർട്ട്, അതിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷേ ആക്രമിക്കുന്നവർക്ക് സുഖം, ഇയാളെ ആക്രമിക്കാം. പുതിയ കാലത്ത് പൊട്ടി ഒഴുകലാണ്. ചില മനുഷ്യന്മാർ കോട്ട കെട്ടി നിൽക്കും. അവരുടെ മാത്രം ഒരു കോട്ട കെട്ടിയുണ്ടാക്കി അതിൻ്റെ ഉള്ളിലിരിക്കും. പക്ഷെ ചില മനുഷ്യന്മാരെ പുറത്തിറങ്ങും, പുറത്തൊഴുകും, പൊട്ടി ഒഴുകും. ചില രാജ്യങ്ങൾ അങ്ങനെയാണ്. ദുബായ് എക്സാമ്പിളാണ്, പൊട്ടി ഒഴുകുന്ന രാജ്യമാണ്. ദുബായ് ഒരു സ്ഥലത്തല്ല, ദുബായിയുടെ കരങ്ങൾ പല സ്ഥലത്തും ഉണ്ട്, ഇല്ലേ? പല രാജ്യങ്ങളുണ്ട്. അവർ ചെറിയ രാജ്യമാണ്, പക്ഷെ അവരെ ആക്രമിക്കാൻ പറ്റില്ല. കാരണം എന്താ? അവരെല്ലാ രാജ്യങ്ങളും സാന്നിധ്യമുണ്ട്. മനുഷ്യന്മാരങ്ങനെ പുറത്തൊഴുകുന്ന മനുഷ്യന്മാരാണ്, പുറത്തൊഴുകുന്നവർ. അങ്ങനത്തെ മനുഷ്യന്മാർ, അതായത് സ്നേഹം പോകുന്ന വഴിയിലൊക്കെ സ്നേഹം വാരി വിതറുന്ന മനുഷ്യന്മാരാണ്. നമ്മളിങ്ങനെ പരിചയപ്പെട്ട് പുതിയ ആളുകളെ കണ്ട് എന്ത് രസമായിരിക്കുന്നത്. നമ്മൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും പുതുതായിട്ട് പരിചയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുക ഈ കുട്ടിക്ക് ജാടയുണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പരിചയപ്പെട്ട മനസ്സിലാവും ബുദ്ധി പോലും ഉണ്ടാവില്ല. ജാടുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പുതിയ സ്നേഹങ്ങൾ വാരി വിതറുന്ന, ഷെഫ് പിള്ള പറഞ്ഞ പോലെ സ്നേഹങ്ങൾ വാരി വിതറുന്ന, സ്നേഹിക്കുന്ന, പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന, സന്തോഷിപ്പിക്കുന്ന, സാരലള എന്നൊക്കെ പറയാൻ പറ്റുന്ന കൂട്ടുകാരും ഫ്രണ്ട്ഷിപ്പും കൂട്ടുകാരികളും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാവട്ടെ. അതിൻ്റെ കൂടെ നമ്മുടെ ലൈഫിന് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നിർത്താണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ബീൻ വണ്ടർഫുൾ ടോക്കിംഗ്. താങ്ക് യു.